ആശ്വാസമായി മാറും. അയ്യോ 733 വോട്ടുകൾക്ക് അവിടെ ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. 733 വോട്ടുകൾക്ക് കേരളത്തിന്റെ സന്ദേശമില്ല. UDF-ന് ധർമ്മടത്ത് ലീഡ് എന്നുള്ളത് കേരളം നൽകുന്ന സന്ദേശമാണ്. പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇനി പിണറായി വിജയൻ ധർമ്മടത്ത് ജയിച്ചാലും ഈ ലീഡ് അത് കേരളം നൽകുന്ന സന്ദേശമാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ. ടി.പി. രാമകൃഷ്ണൻ മുന്നിലേക്ക് വരികയാണ്. 1962 വോട്ട്. അത് വലിയ ആശ്വാസമായി മാറിയേക്കാം. ഒരു പക്ഷേ പേരാമ്പ്രയിലെ ടി.പി. രാമകൃഷ്ണന്റെ മുന്നേറ്റം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാചകം പിണറായി വിജയൻ പിന്നിൽ എന്നുള്ളത് അതാണ് ഈ മണിക്കൂറിലെ ഈ സെക്കൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുന്നു. അതായത് ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ, കേരളത്തിന്റെ ക്യാപ്റ്റന് ഒരു ഘട്ടത്തിലെങ്കിലും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും പിന്നോട്ട് പോകേണ്ടി വരുന്നു എന്നത് കേരളം നൽകുന്ന സന്ദേശമാണ്. തളിപ്പറമ്പിൽ മത്സരിച്ച അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥി ഇപ്പോൾ അബ്ദുൾ റഷീദ് എന്ന ചുണക്കുട്ടൻ പിണറായി വിജയനെ പിന്നിലാക്കിയിരിക്കുകയാണ്. ആ യുവ തുർക്കിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ധർമ്മടത്ത്. ഇതാണ് കേരളം കാത്തിരിക്കുന്നത്. പിണറായി വിജയന്റെ മുട്ടിടിപ്പിക്കുന്നു. അതെ, കൃത്യമായി ഭൂരിപക്ഷം MP ഗോവിന്ദന്റെ പകുതിയാക്കുക അബ്ദുൾ റഷീദ് അവിടെ വലിയ തോതിൽ ഇപ്പോൾ പിണറായി വിജയന്റെ മുട്ടിടിപ്പിക്കുന്നു. സാക്ഷാൽ പിണറായി വിജയൻ ഇപ്പോൾ നിന്ന് മുട്ടിടിക്കുകയാണത്രേ. അബ്ദുൾ റഷീദ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന് മുന്നിൽ പിണറായി വിജയൻ വിറയ്ക്കുന്ന കാഴ്ച. 733 വോട്ടുകൾക്ക് മുന്നിൽ അബ്ദുൾ റഷീദ് 733 വോട്ടുകൾക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, തെരഞ്ഞെടുപ്പിന്റെ ഈ 1.5 മണിക്കൂർ കൗണ്ടിംഗ് പിന്നിടുമ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും നിർണായക വിവരം അത് തന്നെയാണ്. ധർമ്മടത്ത് പോലും പിറകിൽ പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. 100ലേക്ക് കുതിക്കുമോ UDF എന്നേ അറിയാനുള്ളൂ. UDF 82 സീറ്റുകളിൽ ലീഡ്, LDF 54 സീറ്റുകളിൽ ലീഡ്, BJP 2 സീറ്റുകളിൽ മുന്നിട്ടിരിക്കുന്നു. ഒരു സീറ്റ് PK ശശിയാണ്. ഒറ്റപ്പാലം ലീഡ് ചെയ്യുന്നുണ്ട്. ഉടുമ്പൻചോലി സേനാപതി വേണുവാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ. പക്ഷേ ഈ മണിക്കൂറിലെ ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തീർച്ചയായും ധർമ്മടത്ത് നിന്ന് തന്നെയാണ് അത് ആവർത്തിക്കേണ്ടി വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുഖമായ അബ്ദുൾ റഷീദ് ഇപ്പോഴിതാ ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയനെ പിന്നിലാക്കുന്നു. 733 വോട്ടുകൾക്ക് ഇപ്പോഴിതാ എതിർ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കേണ്ടി വരുന്ന പിണറായി വിജയനെ നമുക്ക് കാണേണ്ടി വരുന്നു എന്നതാണ് രാഷ്ട്രീയ കേരളം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ജനവിധിയാണ് നൽകുന്നത് എന്നതിന്റെ പിണറായി വിരുദ്ധത, പിണറായി വിജയനെതിരെയുള്ള ഒരു വോട്ടെടുപ്പായിട്ട് ഇത് മാറുകയാണ്. അതിന്റെ സന്ദേശമാണ് പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ള ഈ വാർത്ത. തീർച്ചയായും അതായത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പിണറായിയുടെ ഫ്ലെക്സ് ആയിരുന്നു വോട്ടായി മാറുന്നത് എങ്കിൽ പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ ആ ഫ്ലെക്സ് മാത്രം ഉയർന്ന തട്ടകത്തിൽ ഇത് അബ്ദുൾ റഷീദ് എന്ന യുവ നേതാവ്